ന്യൂസ് അംബ്രല്ലയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രേവതി കെ പ്രസന്നൻ. പെരിങ്ങോം കണ്ണങ്ങാട് ക്ഷേത്ര കവാടത്തിലെത്തിയ നബിദിന റാലിക്ക് സ്നേഹ സ്വീകരണം. നബിദിന സന്ദേശ റാലി സ്നേഹസംഗമ വേദിയായി മാറി. പെരിങ്ങോം ഓണവും നബിദിനവും ഒരു ദിവസം വന്നപ്പോൾ രണ്ട് ആഘോഷങ്ങളും പെരിങ്ങോത്തുകാർക്ക് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചു. ഓണ ദിവസം നബിദിനം വന്നതിനാൽ പെരിങ്ങോം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നബിദിനത്തിന്റെ റാലിയും ആഘോഷവും വെള്ളിയാഴ്ച നടത്തുവാനാണ് തീരുമാനിച്ചത്. മതസൗഹാർദ്ദത്തിന്റെ പൂർവികർ തന്ന മാതൃക പാലിക്കുന്ന സ്ഥലമാണ് പെരിങ്ങോം. പൊന്നമ്പാറ ടൗണിൽ നിന്നും തുടങ്ങിയ നബിദിന റാലി പെരിങ്ങോം കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിനു മുന്നിൽ എത്തിയപ്പോൾ കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ റാലിയെ സ്വീകരിച്ചു. ക്ഷേത്ര കവാടത്തിൽ പെരിങ്ങോം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നബിദിന റാലിക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ ആശംസാ ബോർഡും സ്ഥാപിച്ചിരുന്നു. നബിദിന റാലി കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെത്തിയപ്പോൾ ക്ഷേത്രം പ്രസിഡന്റ് CP രാജീവനും സെക്രട്ടറി NV കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി നിതീഷ് കോഡൂർ, കമ്മിറ്റി അംഗങ്ങളായ CP സതീശൻ, CP ശ്രീധരൻ, T മധുസൂദനൻ, TK ജനാർദ്ദനൻ എന്നിവർ ചേർന്ന് റാലിയിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് മധുരപലഹാരങ്ങൾ നൽകി. പെരിങ്ങോം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഷജീർ ഇക്ബാൽ ക്ഷേത്ര കമ്മിറ്റികൾക്കുള്ള നന്ദി പറഞ്ഞു. ക്ഷേത്രം പ്രസിഡന്റ് CP രാജീവൻ ആശംസകൾ നേർന്നു. ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് കണ്ടത്തിൽ, K മുഹമ്മദ് കുഞ്ഞി, മുസ്തഫ തറമ്മൽ, TK മുഹമ്മദ് അലി, ഖത്തീബ് ഖാസിം ഫൈസി, മുസ്തഫ പന്നമ്പാറ എന്നിവർ ഹസ്തദാനം ചെയ്താണ് പിരിഞ്ഞത്. നബിദിന റാലിയെ ക്ഷേത്ര കവാടത്തിൽ സ്വീകരിക്കുവാൻ വിശ്വാസികളും നാട്ടുകാരും എത്തിയിരുന്നു. പെരിങ്ങോം ടൗണിൽ നബിദിന റാലിയെ സ്വീകരിക്കുവാൻ നാടൊന്നാകെ എത്തിയിരുന്നു. ടൗണിലെത്തിയ റാലിക്ക് CR സിന്ധു എന്ന സഹോദരി മിഠായി നൽകിയാണ് സ്വീകരിച്ചത്. സ്നേഹസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി നബിദിന റാലി മാറി. നന്ദി, നമസ്കാരം. വസന്തം നിറഞ്ഞ 1500 ഭാരതം തെളിഞ്ഞ 1500 വിഷ്ണുവിൽ 1500 ബാലാകുമാർ താരാകുമാരി ഉറക്കാൻ കാത്തിരുന്ന ആരംഭത്തോടായ ബീവിയുടെ ഉദരത്തിൽ നിന്ന് തുറന്നു സ്വാഗതം നൽകിക്കൊണ്ട് പ്രവാചകാനുരാഗികൾ പ്രളയത്തിന്റെ പരവതാനിയിലൂടെ കടന്നു വരികയാണ്. ആശീർവദിക്കുന്നു, അനുകരിക്കുന്നു. കരത്താടം തീറി വർഗവൈചാരികളുടെ പേരിൽ ഐക്യരാഷ്ട്രസഭയിൽ പോലും പാർശ്വവൽക്കരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വർത്തമാനകാല സാഹചര്യത്തിൽ ഒട്ടകത്തോളം ജീവിതം ഹോമിക്കുമായിരുന്ന അബാസിയയിലെ ലീഗുവടിമ വെള്ളത്തിലേറിയ വെള്ളാരമാരെ പോലെ